ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ട്രേഡ് പോയിട്ടുള്ളത് ക്രൂഡ് ഓയിൽ ഫ്യൂച്ചേഴ്സിലാണ്. അപ്പോൾ ട്രേഡ് പോയിട്ടുള്ളതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പൊതുവേ ട്രേഡ് എടുക്കുന്നത് 7 മണി കഴിഞ്ഞിട്ടുള്ളൊരു റേഞ്ചിലാണ് എനിക്ക് ട്രേഡ് എടുക്കാൻ പറ്റുള്ളൂ. കാരണം ആ ടൈമിലാണ് ഞാൻ മാർക്കറ്റിൽ ഫ്രീ ആയിട്ട് ഉണ്ടാവുള്ളൂ. കാരണം ബാക്കി ടൈമിൽ എനിക്ക് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഏകദേശം ഒരു 7 മണി കഴിഞ്ഞ റേഞ്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിലാണ് ഞാൻ ഫ്രീ ആയത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതുവരെ ഒരു ഹൈ ഫോം ആയിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ലോ ഫോം ആയിട്ടുണ്ട്. അപ്പം ഓവറോൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് മോർണിംഗ് ഒരു അപ്പ് ട്രെൻഡ് ആയിരുന്നു. അതിനുശേഷം ഇവിടെ ഒരു റെസിസ്റ്റൻസ് എടുത്തിട്ട് മാർക്കറ്റ് ഡൗൺ വരാണ് ചെയ്തത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇവിടെ ഒരു സപ്പോർട്ടും ഇവിടെ ഒരു റെസിസ്റ്റൻസും എനിക്ക് തോന്നിയിരുന്നു. അപ്പോൾ ഞാൻ ആ ഏരിയയിൽ 2 ചാനൽ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എനിക്ക് ഒരു നോട്ടിഫിക്കേഷൻ വന്നു, ഈ ഒരു ഏരിയയിൽ ബ്രേക്കൗട്ട് ആയി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഈ ഏരിയയിൽ ബ്രേക്കൗട്ട് ആയപ്പോൾ തന്നെ എനിക്ക് എൻട്രി എടുക്കാൻ പറ്റിയില്ല. അതിനുശേഷം ഞാൻ ഓർഡർ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്രേക്കൗട്ട് ആയി രണ്ടാമത്തെ വന്ന് ഓർഡർ എനിക്ക് എക്സിക്യൂട്ട് ആവുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് ഏകദേശം ഞാൻ ഈ ഒരു പോയിന്റിൽ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഞാനിപ്പോഴും ട്രേഡ് എടുക്കുമ്പോൾ ഞാൻ പ്രിഫർ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.4 അതുപോലെ തന്നെ 0.4 0.8 ഞാൻ പ്രിഫർ ചെയ്യുക, അതായത് 1:2. അപ്പോൾ ഏകദേശം സ്റ്റോപ്പ് ലോസ് വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിലാണ് സ്റ്റോപ്പ് ലോസ് വരുന്നത് 0.4 എന്ന് പറയുമ്പോൾ. അതുപോലെ തന്നെ ടാർഗറ്റ് വരുന്നത് 5736 ടാർഗറ്റ് വരുന്നത്. അപ്പോൾ ഞാനതുപോലെ തന്നെ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തു. ഇപ്പോൾ ഞാൻ അത് സ്റ്റിൽ നമ്മൾ പ്രോഫിറ്റിലാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതാണ് ട്രേഡ്. അപ്പോൾ ഇപ്പോൾ ഏകദേശം 390 രൂപ പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ലോസ് വരാണെങ്കിൽ തന്നെ ഒരു 250 രൂപ, അതുപോലെ ടാർഗറ്റ് ആവണമെങ്കിൽ ഒരു 450 രൂപ റേഞ്ചിലാണ് നമുക്ക് ഇതിൽ കിട്ടാൻ പോകുന്നത് റിസ്ക് റിവാർഡ് എന്ന് പറഞ്ഞാൽ. പിന്നെ അതുപോലെ തന്നെ ഇപ്പോഴത്തെ കറണ്ട് സ്റ്റേജിൽ ഞാൻ പ്രിഫർ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി മാർക്കറ്റ് ഈ ഒരു പോയിന്റിൽ നിൽക്കുമ്പോൾ നമ്മൾ പിന്നെ രണ്ടാമത്തെ എന്തെങ്കിലും റിവേഴ്സൽ സൈനും കാര്യങ്ങൾ വരാണെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് തൊട്ട് വന്നിട്ടുള്ള ഇതിൻ്റെ തൊട്ട് താഴെ വെക്കണമായിരിക്കും ബെറ്റർ. കാരണം ഒരു ട്രയൽ ഇത് കയറ്റിക്കൊണ്ടിരുന്ന രീതി ഇത്തിരി ബെറ്ററാണ്. പക്ഷേ അതിന് നല്ല ഇമോഷൻ കൺട്രോളും കാര്യങ്ങളും വേണം. പിന്നെ എല്ലാത്തിനേക്കാളും ഉപരി ഇതിന് ഏകദേശം ഒരു 15 മിനിറ്റിൽ ഒരു നല്ലൊരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ഈ ഒരു ഏരിയ നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും. ഇവിടെ ഒരു റെസിസ്റ്റൻസും ഇവിടെ റെസിസ്റ്റൻസും മാർക്കറ്റ് എടുത്ത് 2 തവണ താഴേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ എനിക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം സപ്പോസ് ചിലപ്പോൾ ഇത് ഇവിടെ നിന്ന് എടുത്ത് റിവേഴ്സിലാവുമോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം ഞാൻ ആ 15 മിനിറ്റ് ക്ലോസിങ് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സക്സസ്ഫുള്ളി ഈ ഒരു ബാർ ഏകദേശം 15 മിനിറ്റ് ക്ലോസ് ചെയ്ത്. അപ്പോൾ ഗൈസ്, നമ്മുടെ ടാർഗറ്റ് ഏകദേശം എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനിയും മാർക്കറ്റ് പിന്നെയും മുകളിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമുക്കൊരു ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ റിസ്ക് റിവാർഡ് എന്ന് പറഞ്ഞ സംഭവം നമ്മളെപ്പോഴും വെക്കണം. കാരണം ഞാൻ ഇതുപോലെ തന്നെ മുന്നത്തെ കുറേ ട്രേഡുകളിൽ ടാർഗറ്റ് അടിച്ചതിന് ശേഷം ടാർഗറ്റ് പ്രൈസ് ഫിക്സ് ചെയ്ത് വെക്കാതെ കുറച്ച് റാൻഡമായിട്ട് മുകളിലേക്ക് വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ലാസ്റ്റ് 3 മാസങ്ങളിൽ എനിക്കത് അതിൻ്റെ റിസൾട്ടായിട്ട് ഒരുപാട് ലോസും കാര്യങ്ങളും വരാണ് ചെയ്തത്. അപ്പോൾ നമ്മളെപ്പോഴും ഒരു യൂണിഫോം ആയിട്ട് ഒരു റിസ്ക് റിവാർഡ് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അറ്റ് ദി എൻഡ് നമുക്ക് മാസത്തിൻ്റെ അവസാനം നമുക്കൊരു നല്ല റിട്ടേൺസ് കിട്ടാൻ സാധ്യതയുണ്ട്. അതിപ്പോൾ നമ്മൾ എടുക്കുന്ന ട്രേഡ് 10 ഒരു 6 7 ഫെയിലായാൽ പോലും ഏകദേശം നമുക്ക് ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്ത് നമുക്ക് മുന്നിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് പ്രോപ്പറായിട്ടുള്ള റിസ്ക് റിവാർഡ് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ഗ്രീഡി മൈൻഡ് മാറി മാർക്കറ്റിൽ വരിക. കാരണം നമുക്ക് മാർക്കറ്റിന് ഒരിക്കലും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എപ്പോൾ വേണമെങ്കിലും ഒരു മാർക്കറ്റ് റിവേഴ്സിലോ കാര്യങ്ങൾ വരാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പ്രോപ്പറായിട്ടുള്ള സ്റ്റോപ്പ് ലോസും ടാർഗറ്റും ഫോളോ ചെയ്ത് മുന്നോട്ട് പോവുക. അപ്പോൾ ഇത്രയുള്ള ഗൈസ് ഇന്നത്തെ വീഡിയോ.